ഹായ്, ഞങ്ങളിപ്പോൾ സ്റ്റെർലിംഗ് കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കൊടൈക്കനാലിലെ സ്റ്റെർലിംഗ് റിസോർട്ടിന്റെ മുന്നിൽ നിന്നും സെൽഫി എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാകുന്ന സമയത്താണ് ഈ സെൽഫി പ്രേമം. കൊടൈക്കനാലിലെ പ്രീമിയം പ്രോപ്പർട്ടീസിൽ ഒന്നാണ് സ്റ്റെർലിംഗ് കൊടൈ വാലി. Yeah, room is ready? Yes, you draw some utility charges. Yeah, I need to pay. 2980. Okay. Yeah. സ്റ്റെർലിംഗിന് രണ്ട് പ്രോപ്പർട്ടീസ് ആണ് കൊടൈക്കനാലിലുള്ളത്. ഏത് പ്രോപ്പർട്ടിയാണ് നല്ലതെന്ന് ചോദിച്ചപ്പോൾ രണ്ടും നല്ലത് എന്നായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ മറുപടി. കൊടൈക്കനാലിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മനവണ്ണൂർ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. മനവണ്ണൂരിലെ ഗോഡ് ഫാം കാണാനും അവിടുത്തെ കാഴ്ചകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ യാത്ര. കൊടൈക്കനാലിലെ റോഡുകളിൽ രാവിലെ തന്നെ നല്ല തിരക്കാണ്. പ്രശസ്തമായ പൈൻ കാടുകൾ കാണാൻ വേണ്ടിയാണ് ഈ തിരക്ക്. മലയാളത്തിലെ റൊമാൻറ്റിക് ഹിറ്റായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ഗാനരംഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ പൈൻ കാടുകളിൽ വെച്ചായിരുന്നു. ഇടതൂർന്ന കാടുകളുടെ ഇടയിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഇത് മഴക്കാലമായിട്ടും ഇന്ന് പൊതുവെ മഴയില്ല എന്ന് തോന്നുന്നു. യാത്രയുടെ ഇടയ്ക്ക് അങ്ങ് ദൂരെ താഴ്വാരത്തിൽ പൂമ്പാറ എന്ന ഗ്രാമത്തെ മഞ്ഞ് പൊതിയുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തി. താഴെ കാണുന്നത് അത് പൂമ്പാറ ടൗണാണ്. മേഘങ്ങളുടെ താഴെയുള്ള ഒരു സിറ്റി എന്ന് പറയാം. ചെറിയൊരു ഗ്രാമമല്ല, ഗ്രാമത്തിനേക്കാളും വലിയ ഒരുമാതിരി വലുപ്പമുള്ള ഒരു ഇടത്തരം സിറ്റി. കണ്ടില്ലേ, മേഘങ്ങൾ വന്ന് നിറയുന്ന കണ്ടല്ലേ. ക്യാബേജ്, അതുപോലെ കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള ശീതകാല പച്ചക്കറികളാണ് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ ആ ഗ്രാമം ഇങ്ങനെ മേഘത്തിന്റെ മൂടുപടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗ്രാമം കാണാതായി കഴിഞ്ഞു. മനവണ്ണൂരിലേക്കുള്ള വഴികൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ്. മഞ്ഞിന്റെ പുതപ്പ് വഴികളിലെല്ലാം ഉണ്ട്. ഏതാണ്ട് 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മനവണ്ണൂരിലെ ഗോഡ് ഫാമിലെത്തി. 20 രൂപയാണ് ഫാമിലേക്കുള്ള എൻട്രി ഫീസ്. ഫാമിലേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് ദൂരെ ആടുകൾ മേയുന്നത് കണ്ടു. ആയിരത്തി 300ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഗോഡ് ഫാം ഇവിടെ നിലവിൽ വന്നത് 1960കളിലാണ്. കൊടൈക്കനാലിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ പലരും ഈ ഫാം കാണുവാൻ വേണ്ടി വണ്ടി ഓടിച്ച് വരാറുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും കാണുന്ന ആടുകളുടെയും മുയലുകളുടെയും ബ്രീഡിംഗ് ഈ ഫാമിൽ വെച്ച് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തതിന്റെ അടുത്ത് തന്നെ കുറെ ചെമ്മരിയാടുകൾ മേയുന്നുണ്ട്. അവയുടെ അടുത്തേക്ക് ഞങ്ങൾ പതുക്കെ നടന്നു.
1300ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഫാമിലേക്ക് രാവിലെ തന്നെ ആടുകളെ അഴിച്ചുവിടാറാണ് പതിവ്. യഥേഷ്ടം പുല്ലും വെള്ളവുമൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ അവ ലായങ്ങളിലേക്ക് മടങ്ങി വരാറാണ് പതിവ്. അങ്ങ് ദൂരെ കാണുന്നത് ഫാമുകളിലെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ കെട്ടിടങ്ങളാണ്. അവരൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കാറ്. ഫാമിലെ ജോലിക്കാരായ സ്ത്രീകളും അവരുടെ കുട്ടികളും ചേർന്ന് ഈ ഫാമിൽ നിന്ന് തന്നെ പറിച്ച ക്യാരറ്റും മറ്റുള്ള പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് വിൽക്കാൻ വേണ്ടിയാണിത്. ദാ ഇവിടെ ഒരു കുതിര അങ്ങനെ ആരെയും മൈൻഡ് ചെയ്യാതെ വളരെ ലാസ്യഭാവത്തിൽ മേയുന്നുണ്ട്. സന്ദർശകർക്ക് 3-4 മണിക്കൂർ ചിലവാക്കാൻ പറ്റിയ കാഴ്ചകൾ ഈ ഫാമിലുണ്ട്. മജ ഉണ്ടായിരുന്നു. ചോലുള്ളത് കേൾക്കുന്ന എനിക്ക് കേട്ട. കുറച്ചു മുമ്പ് ഇവിടുത്തെ ജോലിക്കാരികൾ കൊണ്ടുവന്ന ക്യാരറ്റ് ഞങ്ങൾ വാങ്ങി പച്ചയ്ക്ക് കഴിച്ചു. ആ കാണുന്ന ഷെഡുകളിലാണ് മുയലുകളെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് നടന്നു. ഈ കാണുന്ന ഷെഡുകളൊക്കെ ആടുകളെ പറപ്പിക്കാനുള്ളതാണ്. ഷെഡിൽ ഇപ്പോൾ ആടുകളൊന്നുമില്ല. എല്ലാവരെയും മേയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്.
കുറച്ച് താഴെ കാണുന്നത് മനവണ്ണൂർ ലേക്കാണ്. ഈ ഫാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ തടാകം. അത് കാണാൻ വേണ്ടി ഞങ്ങൾ താഴോട്ട് നടന്നു. ആ കാണുന്നതാണ് മനവണ്ണൂർ ലേക്ക്. ഈ മലയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊർന്നിറങ്ങി രൂപപ്പെട്ട തടാകമാണിത്. മഴമേഘങ്ങൾ ഇങ്ങനെ മലയ്ക്ക് നാലുചുറ്റി നമുക്ക് കാണാം. കാണുന്നില്ലേ, ചെറുതായിട്ട് മഴത്തുള്ളിൽ ഇങ്ങനെ പെയ്യുന്നുണ്ട്. താമസിയാതെ മഴ പെയ്യുമെന്ന് തോന്നുന്നു, കാരണം നല്ല കറുത്തിരണ്ട ആകാശമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൂറിസ്റ്റുകൾ ഇപ്പം വന്നിട്ടുണ്ട്. മഴമേഘങ്ങൾ അങ്ങനെ താഴ്വാരത്തെ ചുംബിക്കുവാൻ വേണ്ടി എന്ന പോലെ താഴേക്ക് വരുന്നുണ്ട്. ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.